ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ തീ പടർന്ന് സ്ത്രീ പൊള്ളലേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പൊതുപ്രവർത്തകനായിട്ടുള്ള പ്രദീപ് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി കുറിച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ഈ കാലഘട്ടത്തിൽ നാട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു ആചാരം, ആ ആചാരം കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങൾ അത് ലഘൂകരിക്കപ്പെടുകയും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടന്നേക്കാവുന്ന വലിയ അപകടങ്ങളെ സംബന്ധിച്ച് മനഃപൂർവ്വം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ കൃത്യമാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് സ്വദേശിയായ വിജിഷയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ആ അപകടമുണ്ടായ സംഭവത്തെ വാർത്ത കൊടുക്കാതെ പോലും മാധ്യമങ്ങൾ ഒളിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വരും കാലങ്ങളിൽ ഉണ്ടായേക്കാവുന്ന വലിയൊരു അപകടത്തിന്റെ സാധ്യതയെക്കുറിച്ച് പ്രദീപ് ഗോപാലകൃഷ്ണൻ വളരെ വിശദമായി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. വിശ്വാസം കൊണ്ട് കണ്ണടഞ്ഞു പോയവരല്ല, അതിനപ്പുറത്തേക്ക് ഒരു സംഭവം ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്ന ആകുലതയുള്ളവർ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മുന്നിലേക്കാണ് ഈ പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. ആ പോസ്റ്റിൻ്റെ ദീർഘവീക്ഷണം ഒരു പക്ഷേ അപകടം സംഭവിച്ചിട്ടല്ല തിരിച്ചറിയേണ്ടത്. അതിന് മുന്നോടിയായിട്ട് അതൊരു മുന്നറിയിപ്പ് പോലെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് അത് പങ്കുവയ്ക്കുന്നത്. അത് ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്. പ്രദീപ് ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ദേ ഇങ്ങനെയാണ്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അടുപ്പിൽ നിന്നും വസ്ത്രത്തിൽ തീ പടർന്നു പിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ കോഴിക്കോട് സ്വദേശിനിയായ ഒരു വീട്ടമ്മ ഇന്ന് രാവിലെ മരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ ഗോപ്യമായി രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിച്ച ഈ അപകടത്തിന്റെ വാർത്ത ഇന്ന് ആ സ്ത്രീയുടെ മരണത്തോടു കൂടിയാണ് പുറം ലോകം അറിയുന്നത്. വാർത്ത റിപ്പോർട്ട് ചെയ്ത മിക്ക മാധ്യമങ്ങളും ആറ്റുകാൽ പൊങ്കാലയുടെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് തികച്ചും അവാസ്തവമാണ്. 1995 മാർച്ചിൽ ആറ്റുകാൽ പൊങ്കാലയിടാൻ തിരുവനന്തപുരത്തെത്തിയ കൊല്ലം സ്വദേശിനിയായ ഒരു വീട്ടമ്മയാണ് ഇത്തരത്തിൽ പൊങ്കാല അടുപ്പിൽ നിന്നും തീ പടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ് 28 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം മരണപ്പെട്ടത്. അറിഞ്ഞിടത്തോളം ഇന്നത്തെ മരണം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് തീപ്പൊള്ളലേറ്റതിൻ്റെ ഫലമായി സംഭവിക്കുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദാരുണ സംഭവമായിരിക്കും. 95-ൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായി തീപ്പൊള്ളലേറ്റ് ആദ്യമായി ഒരു സ്ത്രീ കൊല്ലപ്പെട്ട് 31 വർഷം പിന്നിടുകയാണ്. 31 സംവത്സരങ്ങൾക്ക് മുമ്പ് പൊങ്കാല അടുപ്പിൽ നിന്നുള്ള അഗ്നിബാധയേറ്റ് ഒരു സ്ത്രീ മരിക്കാനിടയായ അതേ സാഹചര്യത്തിൽ തന്നെയാണ് 2026-ൽ കോഴിക്കോട് സ്വദേശിനി വിജിഷയുടെയും മരണത്തിൽ കലാശിക്കുന്നതിന് ഇടയാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊങ്കാലയ്ക്കിടയിൽ സംഭവിക്കാനിടയുള്ള അത്യന്തം ഗുരുതരമായ ഈ വിപത്തിനെതിരെ ആവശ്യമായ സുരക്ഷാ നടപടികളും ക്രമീകരണങ്ങളും സ്വീകരിക്കുന്നതിന് കഴിഞ്ഞ 31 വർഷക്കാലത്തിനിടയിൽ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത്യന്തം ആക്ഷേപകരവും ഗൗരവപരവും മനുഷ്യജീവനുകൾക്ക് നേരെയുള്ള വെല്ലുവിളിയുമായി വീക്ഷിക്കേണ്ട ഒന്നാണ്. ഇവിടെ പ്രശ്നം സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അലംഭാവമോ ഉപേക്ഷക്കുറവോ ആണെന്ന് കരുതുവാൻ നിവർത്തിയില്ല. മനുഷ്യജീവന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളിലാണെങ്കിലും ശരി, അവ ദൈവം, വിശ്വാസം, ആചാരം എന്നിവയുമായി ബന്ധപ്പെട്ടവയാണെങ്കിൽ അവയെല്ലാം തന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അതീതമാണെന്നുള്ള ഒരു പൊതുവായ ചിന്ത ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്ന വസ്തുത നിരാകരിക്കാൻ സാധ്യമല്ല. അഗ്നിശമന നിയമങ്ങൾ പൂർണ്ണമായി പരിപാലിച്ചു കൊണ്ടാണെങ്കിൽ ഒരു മഹാനഗരത്തിൻ്റെ തന്നെ നിമിഷാർദ്ധ നേരത്തിനുള്ളിൽ കത്തിച്ചാമ്പലാകാൻ ശേഷിയുള്ള ഒരു വൻ അഗ്നിബാധയ്ക്ക് തന്നെ സാധ്യതയുള്ള തരത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതിരോധ നടപടികളും സ്വീകരിക്കുവാൻ അഗ്നിശമന സേനയ്ക്ക് തീർത്തും അസാധ്യമായ വിധത്തിൽ ഒരു നഗരത്തിലുള്ള മുഴുവൻ നിരത്തുകളും കൊട്ടിയടച്ചുകൊണ്ട് ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ നടത്തുന്ന ഈ ഏർപ്പാടിൽ നിന്ന് മനുഷ്യജീവനുകൾക്കും സ്വത്തുക്കൾക്കും സുരക്ഷയൊരുക്കുന്ന രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ഒരു സുരക്ഷാ നടപടികളും സ്വീകരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരും ചുമതലപ്പെട്ടവരുമായ രാജ്യത്തെ നീതിന്യായ നിയമ സംവിധാനങ്ങൾ പോലും മടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഭാവിയിൽ എത്ര ആവർത്തിച്ചാലും ശരി, എത്ര വിലപ്പെട്ട മനുഷ്യജീവനുകൾ ഇതിൻ്റെ പേരിൽ ബലി കൊടുക്കേണ്ടി വന്നാലും ശരി, വിശ്വാസത്തിൻ്റെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും പേരിൽ നടക്കുന്ന ഇത്തരം കൊടിയ നിയമലംഘനങ്ങളിൽ നിന്നും നമ്മുടെ നാടിന് ഭാവിയിലെങ്കിലും ഒരു മോചനമുണ്ടാകുമെന്ന നേരിയ ചിന്തയ്ക്ക് പോലും ഇന്നത്തെ നിലയിൽ ഒട്ടും സാധ്യതയില്ല. പൊങ്കാല അടുപ്പുകളുടെ എണ്ണവും അതിൻ്റെ പേരിലുള്ള വരുമാനവും പൊങ്കാലയിട്ട ആളുകളുടെ എണ്ണത്തെ മുൻനിർത്തിയുള്ള അവകാശവാദങ്ങളുമൊക്കെ
പരസ്പര ബന്ധിതമാവുകയും മറ്റെന്തിനേക്കാളും അവയ്ക്ക് പ്രാധാന്യമേറുകയും ചെയ്യുമ്പോൾ ഇത്രയധികം പേർ പൊങ്കാലയിട്ടിട്ടും ഒരാൾക്കല്ലേ അപകടം സംഭവിച്ചുള്ളൂ എന്ന ആചാര സംരക്ഷകരുടെ മറുവാദത്തിനു മുന്നിൽ എന്ത് സുരക്ഷ, എന്തു മനുഷ്യജീവൻ? ഇതല്ല, ഇതിനപ്പുറം സംഭവിച്ചാലും അന്ധവിശ്വാസം തലയിൽ കയറി പിടിച്ചിരിക്കുന്നവർക്ക് ഇതൊന്നും തന്നെ ബാധകമാകില്ല. വിജിഷയുടെ കുടുംബത്തിന് സംഭവിച്ച തീരാനഷ്ടത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ. ഇതാണ് പ്രദീപ് ഗോപാലകൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്ന വാക്കുകൾ. വളരെ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വലിയ അഗ്നിബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരിടമാണ്. പെട്രോൾ പമ്പുകൾ, ഗ്യാസ് കുറ്റികൾ എല്ലാം ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് തലസ്ഥാന നഗരം. ആ നഗരത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ഇത്രയും പേർ പൊങ്കാലയിടുമ്പോൾ അതിലൊരാൾക്ക് തീ പടർന്ന് ഒരു വ്യക്തിക്കാണെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് വളരെ ഗൗരവതരമായി കാണേണ്ട വിഷയത്തെ ആചാരത്തിൻ്റെ പേരിൽ ലഘൂകരിക്കുകയും അത്തരം ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് വില കൽപ്പിക്കപ്പെടാതെയും പോകുന്നിടത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ ചർച്ചകൾ ആവശ്യമാണ്. ഇതിലൂടെ ഒരു വലിയ അപകടം ഏതെങ്കിലും സന്ദർഭത്തിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിന് ആര് ഉത്തരവാദിത്വം പറയും? പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം സംഭവിക്കുന്നത് വരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സൂചനകൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടും അന്ന് ആരും അത് ചെവിക്കൊണ്ടില്ല. ഒടുവിൽ അപകടം സംഭവിച്ചു. 109 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, കേസും വഴക്കുമാകുമ്പോൾ, നാളുകളിൽ ഈ പൊങ്കാലകൾ കേന്ദ്രീകരിച്ച് ഒരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ നടത്തുന്ന ഇത്തരമൊരു ആചാരം വലിയ ഒരു ദുരന്തത്തിന് വഴിയൊരുക്കിയാൽ ആര് ഉത്തരവാദിത്വം പറയും? അവിടെയാണ് ഇത്തരം ചില ദീർഘവീക്ഷണമുള്ള നിരീക്ഷണങ്ങൾ അത് കൂടുതൽ ചർച്ചയാകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്.